കേരളത്തിൽ ചികിത്സയുടെ പേരിൽ അനധികൃതമായി നിരവധി ഫിസിയോതെറാപ്പി സെന്ററുകളും സ്പാകളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മറവിൽ നടക്കുന്ന വൃത്തികേടുകൾ പലരും തിരിച്ചറിയാറില്ല. ഇവിടെ എത്തുന്ന ഒട്ടേറെ പെൺകുട്ടികൾ ചൂഷണത്തിന് ഇരകളാകാറുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ആ സ്ഥാപനത്തിന്റെ ഉടമയാണ്. കേസിൽ ക്ലിനിക് ഉടമയായ ശരത് നമ്പ്യാരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ മകനാണ് പിടിയിലായ ശരത്. ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തതായാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ആരോഗ്യ വെൽനസ് ക്ലിനിക് ഉടമ ശരത് നമ്പ്യാരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കേസിനാസ്പദമായ സംഭവം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നടുവേദനയ്ക്ക് ചികിത്സയ്ക്കെത്തിയ യുവതിയോട് ഫിസിയോതെറാപ്പി നിർദ്ദേശിച്ചിരുന്നു. തുടർന്നാണ് പയ്യന്നൂരിലെ ഫിസിയോതെറാപ്പി സെന്ററിൽ യുവതി എത്തിയത്. ഈ സമയത്ത് മുറി അകത്തുനിന്ന് പൂട്ടി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. പിതാവിനൊപ്പമായിരുന്നു യുവതി ചികിത്സക്കായി എത്തിയതെങ്കിലും ഈ വിവരം അറിയിച്ചില്ല. പിന്നീട് വീട്ടിലെത്തിയ യുവതി മാതാവിനോട് കാര്യം പറയുകയായിരുന്നു. തുടർന്നാണ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയത്. പ്രതിക്കെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ഥാപനത്തിനെതിരെ നേരത്തെയും സമാനമായ രീതിയിൽ പരാതി ഉയർന്നിരുന്നു. എന്നാൽ ആരും പോലീസിനെ സമീപിച്ചിരുന്നില്ല. കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പിക്ക് പുറമെ യോഗയും ജിംനാഷ്യം പരിശീലനവും നൽകുന്നുണ്ട്. 10 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്നതാണ് ഈ സ്ഥാപനം. ശരത് നമ്പ്യാർ അറസ്റ്റിലായ വാർത്ത പരന്നതോടെ സ്ഥാപനം ഒരു സംഘം ആളുകൾ തല്ലി തകർത്തു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതിയ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് പയ്യന്നൂരിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസ് കൂടിയാണിത്. ന്യൂസ് 18 പയ്യന്നൂർ.